ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ തരം അടിപൊളി എംബ്രോയിഡറി വർക്കാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് ആവശ്യമായത് ഇതാണ്, നമ്മുടെ നോർമൽ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ്. അത് ഞാനിവിടെ 3 ഇഴ കോർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കിന് പ്രത്യേകമായിട്ട് ആവശ്യമായത് ഒരു അഗർബത്തിയുടെ ഒരു സ്റ്റിക്കാണ്. അത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കയ്യിലുള്ളതാണത്. അപ്പൊ അത് വെച്ചുള്ള ഒരു ചെറിയൊരു വർക്കാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ട് അഗർബത്തി ആവശ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് ചെയ്യുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ആദ്യം ഞാൻ സ്റ്റിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ആദ്യം സൂചി ഇങ്ങനെ എടുത്ത്, ഇവിടെ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ഉള്ളിലത്തെ റൗണ്ടിന്റെ അവിടെയാണ് സൂചി എടുക്കേണ്ടത്, കുത്തി പുറത്തെടുക്കേണ്ടത്. അതിനുശേഷം ഇങ്ങനെ ഇതിനെ ചുറ്റിയെടുക്കുക. ശേഷം സൂചി മെല്ലെ പുറത്തേക്ക് എടുക്കുക. ഇങ്ങനെ തുടർന്ന് അടുപ്പിച്ച് ചെയ്തു പോയാൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇടയിൽ ഗ്യാപ്പ് കാണരുത്, അടുപ്പിച്ച് ചെയ്തു പോരാ. ഇത് മക്കളുടെ യോക്ക് പാർട്ടിലും ഡ്രസ്സിന്റെ യോക്ക് പാർട്ടിലും ബ്ലൗസിലും ഡിസൈനായിട്ട് കൊടുക്കാനെ പറ്റിയ അടിപൊളി വർക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു കട്ട് വർക്കാണിത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവസാനം ഇവിടെ തന്നെ കൊടുന്ന് നിർത്തി ഉള്ളിലേക്ക് താഴ്ത്തി അത് കെട്ടിടാം. ഇപ്പൊ ഇത് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അടുപ്പിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുക്ക അങ്ങനെ ചെയ്ത വർക്കാണിത്. അതിനുശേഷം നമ്മൾ അഗർബത്തി കൊണ്ട് ഈ ഉൾഭാഗത്ത് മാത്രം കത്തിച്ചിട്ടുള്ള അഗർബത്തി ഉപയോഗിച്ച് ഉൾഭാഗം മാത്രം ചെറുതായിട്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ മെല്ലെ കത്തിച്ച് കരിയിച്ച് കളയണം. അതാണ് ഈ കട്ട് വർക്കിന്റെ പ്രത്യേകത. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇങ്ങനെ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉൾഭാഗത്ത് മാത്രം ത്രെഡിൽ തട്ടാണ്ട് മെല്ലെ അതിങ്ങനെ കരിയിച്ച് കളയുക. മെല്ലെ തൊടാനേ പാടുള്ളൂ, ത്രെഡിൽ തട്ടാൻ പാടില്ല. ഇതാണ് ഈ വർക്കിന്റെ പ്രത്യേകത. ഇതിനെയാണ് കട്ട് വർക്ക് എന്ന് പറയുക. ഉൾഭാഗം മാത്രം കരിയിക്കുക. അതാ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വർക്ക് നമുക്ക് ഇവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തുടർന്ന് എല്ലാ ഫ്ലവറിലും ചെയ്യുക. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഉൾഭാഗം, നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾഭാഗം മെല്ലെ കരിയിച്ച് കളയണം. ത്രെഡിൽ തട്ടരുത്. ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫ്ലവേഴ്സോ ലീഫിലോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് അടിപൊളിയായിരിക്കും.
കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഈ ഹോള് വളരെ വലുതാവരുത്. അപ്പൊ അങ്ങനത്തെ ഡിസൈൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഈ വർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മക്കളുടെ ഉടുപ്പിലും ചുരിദാറിലും പിന്നെ ബ്ലൗസിന്റെ നെക്ക് ഡിസൈനായിട്ടും ഒക്കെ നമുക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.